കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നത് ഏരിയ ഓഫ് കൺസേൺ എ, അതായത് അവൈലബിലിറ്റി ഓഫ് സർവീസസിനെ പറ്റിയുള്ള HWCന്റെ ഏരിയ ഓഫ് കൺസേൺ പാർട്ടാണ്, ഏരിയ ഓഫ് കൺസേൺ എ. അപ്പോൾ അതിൽ നമ്മൾ സംസാരിച്ചിരുന്നത് ഒരു ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്ററിൽ ലഭ്യമാകുന്ന 12 തരം സേവനങ്ങളെ കുറിച്ചാണ്. അപ്പം നിങ്ങൾക്ക് അതിനെക്കുറിച്ച് അന്ന് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. എങ്കിലും ഞാൻ ജസ്റ്റ് ഒന്ന് ഓർമ്മിക്കാൻ ഒരു മിനിറ്റ് യൂസ് ചെയ്യാണ്. അതായത് നമ്മളെ 12 ഭാഗങ്ങൾ എന്ന് പറഞ്ഞാൽ കെയർ ഓഫ് പ്രഗ്നന്റ് വുമൺ, അതുപോലെ ന്യൂ ബോൺ കെയർ രണ്ടാമത്തത്, പിന്നെ അഡോളസെന്റ് ഹെൽത്ത് 3, പിന്നെ ഫാമിലി പ്ലാനിങ് സർവീസ് 4, അതുപോലെ തന്നെ കമ്മ്യൂണിക്കബിൾ ഡിസീസസ് 5, കോമൺ കമ്മ്യൂണിക്കബിൾ ഡിസീസ് ലോക്കലി പ്രിവലന്റ് ആയിട്ടുള്ളത് 6, 7 സ്ക്രീനിങ് ഓഫ് NCD നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസസ്, പിന്നെ മെന്റൽ ഹെൽത്ത് പ്രോഗ്രാം, കോമൺ കെയർ ഓഫ് കോമൺ കണ്ടീഷൻസ് ലൈക്ക് ENT ഓഫ്താൽമിക് കണ്ടീഷൻസ്, പിന്നെ ഓറൽ ഹെൽത്ത് കെയർ ഡെന്റൽ ഹൈജീനെ പറ്റി, 11ാമത്തെ എൽഡർലി ആൻഡ് പാലിയേറ്റീവ് കെയർ സർവീസസ്, 12 എമർജൻസി മെഡിക്കൽ സർവീസസ്. ഇത്രയും സർവീസസിന്റെ അവൈലബിലിറ്റിയോ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമാണ് നമ്മൾ കഴിഞ്ഞ ദിവസം ഡിസ്കസ് ചെയ്തത്. അപ്പൊ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഏരിയ ഓഫ് കൺസേൺ ബി ആണ്. ഈ ഏരിയ ഓഫ് കൺസേൺ ബിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ തന്നെ ഇത് നിങ്ങൾക്കറിയാം, ഏരിയ ഓഫ് കൺസേൺ ബി എന്ന് പറഞ്ഞാൽ പേഷ്യൻസിന്റെ അവകാശങ്ങളാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്, അതായത് പേഷ്യന്റ് റൈറ്റ്സ്. അപ്പം നിങ്ങളൊക്കെ എൻകോസ് ഒക്കെ കിട്ടിയ സർട്ടിഫിക്കേഷൻസ് ഒക്കെ കിട്ടിയ സ്ഥലങ്ങളിലുള്ളവർക്ക് പേഷ്യന്റ് റൈറ്റ്സ് ഏരിയ ഓഫ് കൺസേൺ ബി എന്താണെന്ന് അറിയാം ആയിരിക്കും. എന്നാലും എല്ലാവരുടെയും അറിവിലേക്ക് ഇതാണ്, നമ്മളെ ഏരിയ ഓഫ് കൺസേൺ ബി എന്ന് പറയുന്ന ഭാഗം 5 സ്റ്റാൻഡേർഡ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. സ്റ്റാൻഡേർഡ് B1, സ്റ്റാൻഡേർഡ് B2, സ്റ്റാൻഡേർഡ് B3, സ്റ്റാൻഡേർഡ് B4 ആൻഡ് B5. സ്റ്റാൻഡേർഡ് B1 സൂചിപ്പിച്ചിരിക്കുന്ന കാര്യങ്ങൾ: ഫെസിലിറ്റി പ്രൊവൈഡ് ഇൻഫർമേഷൻ ടു കെയർ സീക്കേഴ്സ്, അറ്റൻഡൻസ് ആൻഡ് കമ്മ്യൂണിറ്റി അബൌട്ട് അവൈലബിൾ സർവീസസ് ആൻഡ് ദെയർ മൊഡാലിറ്റീസ്. ഇതിന്റെ ഒരു പ്രത്യേകത നമുക്കറിയാം, പല ടൈപ്പ് സ്കോറിംഗ് സിസ്റ്റം ഉണ്ട്. സ്റ്റാഫ് ഇന്റർവ്യൂ ഉണ്ട്, പേഷ്യന്റ് അതായത് ക്ലയന്റ് ഇന്റർവ്യൂ ഉണ്ട്, ഒബ്സർവേഷൻസ് ഉണ്ട്, റെക്കോർഡ് റിവ്യൂ ഉണ്ട്. പക്ഷേ ഈ ഏരിയ ഓഫ് കൺസേൺ ബിയിൽ അധിക കാര്യങ്ങളും ഒബ്സർവേഷൻ പാർട്ടിലാണ് വരിക. നമ്മുടെ IEC മെറ്റീരിയൽസ് ആണ് മെയിൻ ആയിട്ട്, അതായത് ഡയറക്ഷൻ ബോർഡുകൾ. അതായത് ഒരു രോഗി അല്ലെങ്കിൽ ഒരു വ്യക്തി നമ്മുടെ HWCയിൽ സേവനം ആവശ്യപ്പെട്ട് വരുമ്പോൾ അവർക്ക് കിട്ടേണ്ട മാർഗനിർദ്ദേശങ്ങളും, അതുപോലെ അവർക്ക് നമ്മുടെ സ്ഥാപനത്തിൽ വന്നാൽ ഓരോ സ്ഥലത്തും ഉള്ള കാര്യങ്ങൾ അറേഞ്ച് ചെയ്യുന്നത്, ആക്സസിബിലിറ്റി, ഇത്തരം കാര്യങ്ങളെല്ലാം ഏരിയ ഓഫ് കൺസേൺ ബിയിൽ വരുന്നത്. അപ്പൊ B2 പറയുന്നത് ഫെസിലിറ്റി എൻഷുർ സർവീസസ് ആർ ആക്സസിബിൾ ടു കെയർ സീക്കേഴ്സ് ആൻഡ് വിസിറ്റേഴ്സ് ഇൻക്ലൂഡിംഗ് ദോസ് റിക്വയർഡ് ടു സമൺ അഫർമേറ്റീവ് ആക്ഷൻ. സർവീസസ് B3 സർവീസസ് ആർ ഡെലിവേർഡ് ഇൻ എ മാനർ ദാറ്റ് സെൻസിറ്റീവ് ടു ജെൻഡർ, റിലീജിയസ് ആൻഡ് കൾച്ചറൽ നീഡ്സ്. അതായത് നമ്മളൊരു ഡിസ്ക്രിമിനേഷനും ഇല്ലാതെ ജാതി മതം ഭേദമന്യേ എല്ലാവർക്കും ഒരേപോലെയുള്ള ചികിത്സ കൊടുക്കും എന്നുള്ളതാണ് B3 കാണിക്കുന്നത്. B4 അതായത് പ്രൈവസി, കോൺഫിഡൻഷ്യാലിറ്റി, അതായത് രോഗികളുടെ അവരുടെ ആരോഗ്യപരമായ പ്രശ്നങ്ങളെ കുറിച്ചുള്ള രഹസ്യ സ്വഭാവം നമ്മൾ നിലനിർത്തിക്കൊണ്ട് അവർക്ക് വേണ്ട ചികിത്സ നൽകുക എന്നുള്ളത്. B5 അതായത് പണം വാങ്ങാതെയുള്ള ഫ്രീ ഓഫ് കോസ്റ്റ് സർവീസസുകളെ കുറിച്ചുള്ളതാണ്. അപ്പൊ 5 സ്റ്റാൻഡേർഡ്സ് ആയിട്ടാണ് നമ്മൾ ഇത് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പൊ നമുക്കതിൽ B1 നോക്കാം. ഫസ്റ്റ് B1 എന്താ നമ്മൾ പറഞ്ഞത്? ദ ഫെസിലിറ്റി പ്രൊവൈഡ്സ് ഇൻഫർമേഷൻ ടു കെയർ സീക്കേഴ്സ്, അറ്റൻഡൻസ് ആൻഡ് കമ്മ്യൂണിറ്റി അബൌട്ട് അവൈലബിൾ സർവീസസ് ആൻഡ് ദെയർ മൊഡാലിറ്റീസ്. എന്ന് വെച്ചാൽ ഒരാൾ നമ്മുടെ സ്ഥാപനത്തിൽ വന്നാൽ അവർക്ക് നമ്മളെ സ്ഥാപനത്തിലെ സേവനങ്ങളൊക്കെ എവിടെയാണ് ലഭ്യമാവുക എന്നുള്ള കാര്യങ്ങൾ, എന്തൊക്കെ എവിടെയൊക്കെ ഉണ്ട് എന്നുള്ള ബോർഡുകളാണ് മെയിൻ ആയിട്ട് ഉദ്ദേശിച്ചത്. അതായത് നമുക്കറിയാം, നെയിം ഓഫ് ദ ഫെസിലിറ്റി ആൻഡ് ലിസ്റ്റ് ഓഫ് സർവീസസ് ആർ അവൈലബിൾ ആൻഡ് ഡിസ്പ്ലേഡ് പ്രൊമിനന്റ്ലി. അത് ഞാൻ പറഞ്ഞു, നേരത്തെ തന്നെ പറഞ്ഞായിരുന്നു. ഒബ്സർവേഷൻ പാർട്ടും നമ്മൾ IEC മെറ്റീരിയൽസ് ആണ് ഇതിൽ കൂടുതൽ വരുന്നതെന്ന് ഞാൻ പറഞ്ഞു. അപ്പം നമ്മുടെ സ്ഥാപനത്തിന്റെ പേര് വളരെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ടാവണം. അവിടെ ലഭ്യമാവുന്ന സേവനങ്ങളുടെ ബോർഡും നമ്മൾ വെക്കണം. അപ്പൊ അതിൽ നെയിം ഓഫ്, അതായത് നമ്മളെ HWCന്റെ ബോർഡ് വളരെ പ്രൊമിനന്റ് ആയിരിക്കണം. അതിന് ലൈറ്റ് ഫിറ്റ് ചെയ്തിട്ടിരിക്കുകയാണ്. കാരണം എന്താ, നൈറ്റിലും ആ ബോർഡ് വിസിബിൾ ആവുന്ന രീതിയിൽ, അല്ലെങ്കിൽ ഫ്ലോറസെന്റ് മാർക്കിങ്സോ അങ്ങനെ നമുക്ക് എന്തും കൊടുക്കാം. അപ്പൊ ദ നെയിം ഓഫ് HWC ഈസ് വിസിബിൾ അറ്റ് നൈറ്റ് ആൾസോ.
പിന്നെ അതുപോലെ സർവീസ് പാക്കേജസ് ആൻഡ് ടൈം, എന്തൊക്കെ സേവനങ്ങൾ എപ്പം ഒക്കെ ലഭ്യമാവും, സമയവും അതുപോലെ എന്തൊക്കെ പാക്കേജുകളാണ് HWC അവൈലബിൾ ആവുന്നത് എന്നുള്ള ബോർഡ് നമ്മൾ വെക്കണം. അതാണ് ഈ ഏരിയ ഓഫ് കൺസേൺ ബിയിലെ സ്റ്റാൻഡേർഡ് B1 മെഷറബിൾ എലമെന്റ് B1.1 സൂചിപ്പിക്കുന്നത്. ഇനി ബ്രാൻഡിങ് അല്ലെ, ഇപ്പം വന്നിരിക്കുന്ന ബ്രാൻഡിങ് ഇപ്പോഴത്തെ നിയമപ്രകാരം പിങ്ക് കളറാണ് സ്പെസിഫൈ ചെയ്തിരിക്കുന്നത്. അതുപോലെ വിൻഡോ അതിന്റെ ഫ്രെയിംസ് ഒക്കെ ബ്രൗൺ കളറ്. പിന്നെ അവര് 6 ഇല്ലുമിനേഷൻസ് ഡ്രോൺ ആൻഡ് ഫേസ് സൈഡ് എന്ന് പറയും. അതായത് നിങ്ങൾക്കറിയാം, അത് നമ്മുടെ ഇമ്മ്യൂണൈസേഷൻ, അതുപോലെ തന്നെ യോഗ, ഡ്രഗ് ഡിസ്പെൻസിങ്, മെറ്റേണൽ ഹെൽത്ത്, പിന്നെ അതായത് ഹെൽത്ത് എഡ്യൂക്കേഷൻ. ഇത്രയും 6 സേവനങ്ങളെ പറ്റിയുള്ള ഒരു റൗണ്ടിലായിട്ടുള്ള പിക്ചേഴ്സ് നമ്മൾ ഇത് നിങ്ങൾ എല്ലാവരും ബ്രാൻഡിങ്ങിന്റെ സമയത്ത് ചെയ്തു കാണും. അത് 6 വരുന്നത്. ഏതൊക്കെയാണ്? മെറ്റേണൽ ഹെൽത്ത്, ഇമ്മ്യൂണൈസേഷൻ, യോഗ, ഹെൽത്ത് അവയർനെസ്, അതുപോലെ ഡ്രഗ് ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് ടെലിമെഡിസിൻ. ഇത്രയും ഭാഗങ്ങളാണ് വരുന്നത്. അപ്പൊ ആ ഇലുമിനേഷൻ ബോർഡ് ഉണ്ടാവണം, NHMന്റെ ആയുഷ്മാൻ ഭാരതിന്റെ ലോഗോ ഉണ്ടാവണം. പിന്നെ അതുപോലെ നമ്മുടെ സേവനങ്ങളെ കുറിച്ചുള്ള സ്ക്രോളിങ്സ് വരുന്ന സ്ഥലത്തോ അല്ലെങ്കിൽ ടിവിയിൽ നമ്മുടെ ലഭ്യമായ സേവനങ്ങളെ കുറിച്ചോ ഉള്ള ഒരു ഇലക്ട്രോണിക് ഡിസ്പ്ലേ, അത് നമുക്ക് ഒന്നുകിൽ TV മോഡലിലാക്കാം, ഇല്ലെങ്കിൽ ഈ മറ്റേ ഡിജിറ്റൽ സ്ക്രോളിംഗ് പോകുന്ന രീതിയിലുള്ള ബോർഡാക്കാം. അങ്ങനെ ഏതും നമുക്ക് ചെയ്യാം. ഇത്രയാണ് ഈ ബ്രാൻഡിങ്ങിന്റെ അടിയിൽ നമുക്ക് വരുന്നത്. പിന്നെ അടുത്തതായിട്ട് നമുക്ക് അറിയാം സിറ്റിസൺ ചാർട്ടർ. സിറ്റിസൺ ചാർട്ടർ ലോക്കൽ ലാംഗ്വേജ്, അതായത് ഇൻഫർമേഷൻസ് എല്ലാം ലോക്കൽ ലാംഗ്വേജിലായിരിക്കണം എന്ന് പറയുന്നുണ്ട്. ആ ലോക്കൽ ലാംഗ്വേജിൽ സിറ്റിസൺ ചാർട്ടറിൽ എന്തൊക്കെ സേവനങ്ങളാണ് നമ്മൾ അവിടെ കൊടുക്കുക അത് എഴുതി വെക്കണം. പിന്നെ ഫയറിന്റെയും പോലീസിന്റെയും ആംബുലൻസിന്റെയും ഫോൺ നമ്പർ സിറ്റിസൺ ചാർട്ടറിൽ ഇൻക്ലൂഡ് ചെയ്യണം. അതുപോലെ നെയിം ആൻഡ് കോണ്ടാക്ട് ഡീറ്റെയിൽസ് ഓഫ് ഇൻചാർജ്, അതായത് JPHN ഉള്ളത്. അതുപോലെ തന്നെ നമ്മുടെ ഏറ്റവും അടുത്ത അതായത് ഹോസ്പിറ്റലിലെ, അതായത് നമ്മളെ മദർ FHC അല്ലെ PHCയിലെ MOന്റെ കോണ്ടാക്ട് ഡീറ്റെയിൽസ് അല്ലെ ഹോസ്പിറ്റലിന്റെ ലാൻഡ് ലൈൻ നമ്പർ നമ്മൾ അതിൽ എഴുതണം. അതുപോലെ ഗ്രീവൻസ് റിഡ്രസൽ മെക്കാനിസം, നമ്മൾ എങ്ങനെയാണ് കംപ്ലൈൻസ് സ്വീകരിക്കുന്നത്, അത് എപ്പോഴാണ് നമ്മൾ കളക്ട് ചെയ്യുക, അതിന്റെ കോണ്ടാക്ട് നമ്പർ എന്താണ്, അത് നമ്മൾ എങ്ങനെയാ സോർട്ട് ഔട്ട് ചെയ്യുന്നത്, ഇത്തരം കാര്യങ്ങളും കൂടെ സിറ്റിസൺ ചാർട്ടറിൽ ഉണ്ടാവണം. പിന്നെ റൈറ്റ്സ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസും കൂടെ നമ്മൾ അതിൽ ഇത്രയും ഈ സ്ലൈഡ് നിങ്ങൾക്ക് എന്തായാലും ഷെയർ ചെയ്യും. കാരണം ഇതിൽ വരുന്ന ഇതൊക്കെ IEC ബോർഡുകൾ പ്രിപ്പയർ ചെയ്യാനുള്ളതാണ്. പിന്നെ ഓരോ ചാർട്ട്, അതായത് ഓരോ ബോർഡിനകത്തും എന്തൊക്കെ കൃത്യമായിട്ട് വേണം എന്നുള്ള കാര്യങ്ങളും കൂടെ ഇതിൽ വരുന്നുണ്ട്. അതിൽ ഇപ്പൊ സിറ്റിസൺ ചാർട്ടറിന്റെ ജസ്റ്റ് കുറച്ച് ലഭ്യമായ സേവനങ്ങൾ പോരാ, വളരെ കൃത്യമായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. ലോക്കൽ ലാംഗ്വേജിലായിരിക്കണം, സർവീസസ് ഡിസ്പ്ലേ ചെയ്യണം, കോണ്ടാക്ട് ഡീറ്റെയിൽസ് ഓഫ് ഫയർ, പോലീസ്, ആംബുലൻസ് വേണം, നെയിം ആൻഡ് കോണ്ടാക്ട് ഡീറ്റെയിൽസ് ഓഫ് MO ഉണ്ടാവണം. അതുപോലെ ഗ്രീവൻസ് റിഡ്രസൽ മെക്കാനിസം, അതായത് നമ്മൾ പരാതി പരിഹാരം എങ്ങനെയാണ് നടത്തുന്നത്, അത് എപ്പോഴൊക്കെയാണ് ആ ബോക്സ് തുറക്കുന്നത്, അതിന്റെ കോണ്ടാക്ട് നമ്പർ എന്താ, അതിലെ പരിഹാരം നമ്മൾ അവരെ വിളിച്ചറിയിക്കുന്നു. ഇത്തരം വിവരങ്ങളെല്ലാം കാര്യങ്ങളും, അതായത് നമ്മൾ പ്രശ്നം പരിഹരിച്ചു കഴിഞ്ഞാൽ ആ പരാതി തന്ന ആളെ വിളിച്ച് പ്രശ്നപരിഹാരം നടത്തിയതിന്റെ ഡീറ്റെയിൽസ് കൊടുക്കുന്നതടക്കം എല്ലാ വിവരങ്ങളും അതിൽ വേണം. പിന്നെ സിറ്റിസൺ റൈറ്റ്സ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസും വേണം. ഇപ്പൊ വീണ്ടും നോക്കുകയാണ്, നമ്മൾ നോക്കുമ്പോൾ ഒബ്സർവേഷൻ പാർട്ടാ വരുന്നത്. ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്ററിന്റെ ഡിസ്പ്ലേസ് എൻടൈറ്റിൽമെന്റ്സ് അവൈലബിൾ ആസ് പെർ സ്കോപ്പ് ഓഫ് സർവീസ്. നമുക്കറിയാം ഇപ്പം വരുന്നത് RMNCHA, PMJAY, അതായത് റീപ്രൊഡക്റ്റീവ് മെറ്റേണൽ നിയോനാറ്റൽ ചൈൽഡ് ഹെൽത്ത് ആൻഡ് അഡോളസെന്റ്. അതിന്റെ കൂടെ ഇപ്പോൾ ഒരു N കൂടിയുണ്ട്, ന്യൂട്രീഷൻ, RMNCHAN. അതുപോലെ പ്രധാനമന്ത്രി, പ്രൈം മിനിസ്റ്റേഴ്സ് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന, ഈ യോജനേന്റെ ബോർഡ്, പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജനേന്റെ ബോർഡ്, ഈ ബോർഡുകൾ നമ്മളെടുത്ത് വേണം. അതായത് നമ്മൾ എന്തൊക്കെ എൻടൈറ്റിൽമെന്റ്സിന്റെ അണ്ടറിൽ നമുക്ക് അവർക്ക് സേവനങ്ങൾ കൊടുക്കാൻ പറ്റുന്നുണ്ട്, അത്തരം കാര്യങ്ങളും കൂടെ നമ്മൾ അവിടെ ബോർഡായിട്ട് വെക്കണം. അതുപോലെ നമ്മളെ അവൈലബിൾ ആയിട്ടുള്ള ഡ്രഗ് എന്തൊക്കെ അവൈലബിൾ ആയിട്ടുണ്ട്, ലിസ്റ്റ് ഓഫ് അവൈലബിൾ ഡ്രഗ് പ്രൊമിനന്റ് ആയിട്ട് നമ്മൾ ബോർഡ് ഡിസ്പ്ലേ ചെയ്തിരിക്കണം. അതുപോലെ അത് അപ്ഡേറ്റ് ചെയ്യണം, അതായത് നമ്മുടെ സ്റ്റോക്ക് രജിസ്റ്റർ പ്രകാരം ആ ബോർഡ് നമ്മൾ അപ്ഡേറ്റ് ചെയ്യണം. കാരണം
നമുക്ക് എപ്പോഴും ഒരേ ടൈപ്പ് മെഡിസിൻ ആയിരിക്കില്ല, ചിലപ്പം ചില മെഡിസിൻസ് ഉണ്ടാവില്ല. അപ്പൊ നമ്മൾ ഒരു ബോർഡ് എഴുതി അത് അങ്ങനെ തന്നെ ഉപേക്ഷിക്കരുത്. ഒരു മാസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും നമ്മൾ ആ ബോർഡ് നമ്മൾ അപ്ഡേറ്റ് ചെയ്ത് കൊണ്ടേയിരിക്കണം. അപ്പം ഇത്തരം കാര്യങ്ങളാണ് നമ്മുടെ ഒബ്സർവേഷൻ പാർട്ടിൽ വീണ്ടും വരുന്നു. പിന്നെ നോക്കുകയാണ് യൂണിഫോം സൈനേജസിന്റെ പ്രത്യേകമായിട്ട് അവർ പറയാണ് എല്ലാ സൈനേജസും യൂണിഫോം കളറിലായിരിക്കണം, യൂസർ ഫ്രണ്ട്ലി ആയിരിക്കണം. യൂസർ ഫ്രണ്ട്ലി എന്ന് പറഞ്ഞാൽ അത് നമുക്കത് മനസ്സിലാക്കാൻ പറ്റണം, അതുപോലെ അത് പതിക്കുന്നത് വായിക്കാൻ പറ്റുന്ന ഉയരത്തിലായിരിക്കണം. കാരണം പല ഇൻസ്റ്റിറ്റ്യൂഷനിലും നമ്മൾ ശ്രദ്ധിക്കും, കാരണം കുറെ IC ബോർഡ്സ് വരുന്നതാ. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ ഭയങ്കര ഉയരത്തിലൊക്കെ അത് പതിച്ചു കഴിഞ്ഞാൽ അത് വായിക്കാൻ നമുക്ക് പറ്റില്ല. അപ്പൊ സ്റ്റാൻഡേർഡ് സൈസ് ഉണ്ടാവണം, അതുപോലെ യൂണിഫോം കളർ ആയിരിക്കണം, അത് വായിക്കാൻ പറ്റുന്ന സൈസ് തന്നെ എഴുതിയിട്ടുണ്ടായിരിക്കണം, ലോക്കൽ ലാംഗ്വേജിലായിരിക്കണം. അപ്പൊ ഇൻഫർമേഷൻ ഈസ് അവൈലബിൾ ഇൻ ലോക്കൽ ലാംഗ്വേജ്, യൂസർ ഫ്രണ്ട്ലി, ലെജിബിൾ, ഈസി ടു അണ്ടർസ്റ്റാൻഡ്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ സൈനേജസ് നിർമ്മിക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. അടുത്തായിട്ട് വീണ്ടും ഒബ്സർവേഷൻ പാർട്ട് തന്നെയാണ് വരുന്നത്. ഡയറക്ഷണൽ സൈഡ്, അതായത് നമ്മുടെ സ്ഥാപനത്തിലേക്കുള്ള ഡയറക്ഷൻസ് അപ്രോച്ച് റോഡ് എന്നെല്ലാം ഉണ്ടാവണം. അതുപോലെ തന്നെ ഇതിൽ പ്രത്യേകം പറഞ്ഞിരിക്കുന്ന കാച്ച്മെന്റ് ഏരിയ, അതായത് നമ്മുടെ ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്ററിന്റെ പരിധി എത്രത്തോളമാണ് വരുന്നത്, ആ ഏരിയകളിൽ നിന്നും നമ്മളെ ഇൻസ്റ്റിറ്റ്യൂഷനിലേക്ക് എങ്ങനെ എത്താം എന്നുള്ള ഡയറക്ഷൻ ബോർഡ് ഉണ്ടാവണം എന്നാണ് ഇതിന്റെ അതായത് ഈ ഒരു മെഷറബിൾ എലമെന്റിന്റെ ഏരിയയിൽ പറയുന്നത്. കാച്ച്മെന്റ് ഏരിയ എന്നവിടെ ഉദ്ദേശിച്ച അതാണ്, നമ്മുടെ ഹെൽത്ത് ആൻഡ് വെൽനസ് സർവ് ചെയ്യുന്ന ഏരിയ എന്ന് നമ്മുടെ സ്ഥാപനം എവിടെയാണെന്നുള്ളത് കാണിക്കുന്ന ബോർഡ്. ഡിസ്പ്ലേ അവൈലബിൾ ഇൻ അപ്രോച്ച് റോഡ് ആൻഡ് ആക്സസ് റോഡ്. ഡയറക്ഷണൽ സൈനേജ് ഷുഡ് മെൻഷൻ ഇൻ ദ ഡിസ്റ്റൻസ് ആൾസോ. ഇപ്പൊ പറയുന്നത് ഇന്ന് ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്റർ ഇത്ര കിലോമീറ്റർ അങ്ങനെ എഴുതിയിട്ട് ബോർഡ് വെക്കണം. ഡയറക്ഷണൽ സൈനേജ് ഷുഡ് ബി ഈസിലി വിസിബിൾ ടു ദ പബ്ലിക്. അപ്പൊ നമ്മൾ അത് ശ്രദ്ധിക്കേണ്ട, അത് കാണത്തക്ക രീതിയിൽ തന്നെ വെക്കണം. എവിടെയെങ്കിലും ബോർഡ് വെച്ചാൽ പോരാ, അപ്പം കാണത്തക്ക രീതിയിൽ വിസിബിൾ ആയിട്ട് നിർമ്മിക്കുക. അത് കാച്ച്മെന്റ് ഏരിയ എന്നൊക്കെ ഡയറക്ഷൻ ബോർഡ് വേണമെന്ന് പറയുന്നുണ്ട്. പിന്നെ അപ്രോച്ച് റോഡ് ഒരു ആക്സസ് റോഡിലും ഉണ്ടാവുക. അതുപോലെ അതിൽ നമ്മളെ ഡിസ്റ്റൻസ് വെച്ചിട്ടുണ്ടാവണം. ഓക്കെ, ഇനി അടുത്ത B1.2 ആണ്. പേഷ്യൻസ് ആൻഡ് വിസിറ്റേഴ്സ് ആർ സെൻസിറ്റൈസ്ഡ് ആൻഡ് എഡ്യൂക്കേറ്റഡ് ത്രൂ അപ്രോപ്രിയേറ്റ് IEC BCC ആക്ടിവിറ്റീസ്. അതെന്താ വെച്ചാൽ നമ്മുടെ ഇൻഫർമേഷൻ എഡ്യൂക്കേഷൻ കമ്മ്യൂണിക്കേഷൻ അല്ലെ, നമ്മുടെ IEC മെറ്റീരിയൽസ് ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത് സർവീസ് സ്പെസിഫിക് ആൻഡ് റെലവന്റ് IECs ഡിസ്പ്ലേഡ്, അതായത് നമ്മൾ കൊടുക്കുന്ന പ്രത്യേക സേവനങ്ങളുടെ IEC അവിടെ ഉണ്ടാവണം. അതുപോലെ IEC മെറ്റീരിയൽസ് ഒക്കെ അപ്ഡേറ്റഡ് ആയിരിക്കണം. ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള IEC മെറ്റീരിയൽസ് ഉണ്ടാവാൻ പാടില്ല. അതായത് നമ്മൾ ഇപ്പൊ നിലവിലില്ലാത്ത സേവനങ്ങളെ പറ്റിയുള്ള IECകൾ, അതായത് മുന്നേ ഉണ്ടായിരുന്ന സേവനം ഇപ്പൊ ഇല്ലെങ്കിൽ, ഇപ്പൊ എക്സ്ട്രാ എന്തെങ്കിലും സേവനം ഉണ്ടെങ്കിൽ, അതല്ലെങ്കിൽ ചില പ്രത്യേക സമയത്തേക്ക് വേണ്ടി വരുന്ന മാത്രം ബോർഡാണ്, അത് നമ്മൾ മാറ്റിയിട്ട്, അതായത് ഔട്ട്ഡേറ്റഡ് ഇൻഫർമേഷൻസ് എല്ലാം ഒഴിവാക്കിയിട്ട് നമ്മളെ ഇപ്പോൾ HWCയിൽ അവൈലബിൾ ആയ സർവീസിനെ പറ്റിയുള്ള ലേറ്റസ്റ്റ് ബോർഡ് കാണും. അതുപോലെ ഈ ഡിസ്പ്ലേക്ക് വേണ്ടി, ഇൻഫർമേഷന് വേണ്ടി നമുക്ക് TV ഉപയോഗിക്കാം, ഓഡിയോ വിഷ്വൽ എയ്ഡ്സ് എന്ത് വേണമെങ്കിലും ഉപയോഗിക്കാം. ഡിജിറ്റൽ ഡിസ്പ്ലേസ് ഉപയോഗിക്കാൻ പറ്റും, സ്ക്രോളിങ്സ് ഉള്ള ബോർഡുകൾ ഉപയോഗിക്കാൻ പറ്റും. ഇനി അടുത്തതായിട്ട് ചില സ്പെസിഫിക് ആയിട്ടുള്ള IC മെറ്റീരിയലിനെ കുറിച്ച് പറയാം. അതായത് ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്റർ ഇപ്പൊ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു പ്രധാന കാര്യമാണ്. കഴിഞ്ഞ അവൈലബിലിറ്റി ഓഫ് സർവീസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈറ്റ് റൈറ്റ് ക്യാമ്പയിൻ. അതായത് നിങ്ങൾ നമ്മുടെ സൈറ്റിൽ തന്നെ പോയാൽ ഒരു ഈറ്റ് റൈറ്റ് ക്യാമ്പയിൻ എന്നടിച്ചാൽ, അല്ലെങ്കിൽ ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്ററിന്റെ IEC മെറ്റീരിയലിന്റെ നെറ്റിൽ അടിച്ചാൽ തന്നെ നിങ്ങൾക്ക് പ്രത്യേകമായിട്ടുള്ള കുറച്ച് പോസ്റ്റേഴ്സ് വരും. റെലവെന്റ് ആയിട്ടുള്ള പോസ്റ്റേഴ്സ് ഈറ്റ് റൈറ്റ് ക്യാമ്പയിൻ അടിച്ചാൽ തന്നെ വരും. അതിൽ നമ്മൾ എന്തൊക്കെ ഭക്ഷണം കഴിക്കാം, അതായത് ന്യൂട്രീഷണൽ ആസ്പെക്ട്, RMN/CHAN എന്ന് പറയുന്ന ആ ന്യൂട്രീഷണൽ ആസ്പെക്ട്സിനെ പറ്റിയ ഉള്ള കുറെ IEC മെറ്റീരിയൽസ് നിങ്ങൾക്ക് നെറ്റിൽ നിന്ന് തന്നെ ലഭിക്കും. സ്റ്റാഫ് എൻഗേജസ് ദ കമ്മ്യൂണിറ്റി ഇൻ ഡിസമിനേറ്റിംഗ് കീ മെസ്സേജസ് റിലേറ്റഡ് ടു ന്യൂട്രീഷൻ സെൻസിറ്റൈസേഷൻ ത്രൂ വേരിയസ് ആക്ടിവിറ്റീസ്. അതിലൊന്നാണ് 3D ഫുഡ് പിരമിഡ്. നിങ്ങൾക്കെല്ലാം ഓൾറെഡി അറിയുമായിരിക്കും, എന്നാലും നിങ്ങൾക്ക് സൈറ്റിൽ ഈ സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ നെറ്റിൽ അടിച്ച് നോക്കിയാൽ 3D ഫുഡ് പിരമിഡ് നിങ്ങൾക്ക് കിട്ടും. അതുപോലെ ഫുഡ് ഫോർട്ടിഫിക്കേഷൻ പോക്കറ്റ് പ്ലെയർ, അത് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഇപ്പം അറിയാം അയഡൈസ്ഡ് സാൾട്ട് അല്ലെ, നമ്മളെ ഭക്ഷണ പദാർത്ഥങ്ങളിൽ നമ്മൾ ഫോർട്ടിഫിക്കേഷൻ ചെയ്ത് കഴിഞ്ഞാൽ അഡീഷണൽ മൈക്രോ ന്യൂട്രിയൻസ് അല്ലെ അഡീഷണൽ മൈക്രോ എലമെന്റ്സ്
നമുക്ക് കിട്ടും. അതിനു വേണ്ടിയുള്ളതാണ് ഫുഡ് ഫോർട്ടിഫിക്കേഷൻ. അപ്പൊ അതിന്റെ കുറെ എക്സാമ്പിൾസും കാര്യങ്ങളൊക്കെ അടങ്ങിയ അതിന്റെ ഇമ്പോർട്ടൻസിനെ പറ്റിയുള്ള ഫുഡ് ഫോർട്ടിഫിക്കേഷൻ പോക്കറ്റ് ഫ്ലെയർ എന്ന് പറഞ്ഞ പോസ്റ്റർ തന്നെ കിട്ടും. അതുപോലെ എഫ് ലോഗോ പസിൽ, വേസ്റ്റ് മാനേജ്മെന്റിന്റെ പോലെയുള്ള അതിന്റെ IEC ബോർഡ്, ഹാൻഡ് വാഷിങ്ങിന്റെ ബോർഡ്, അതുപോലെ ഫുഡ് അഡൾട്രേഷൻ, ഇത്രയും IEC മെറ്റീരിയൽസ് നമ്മളെ സൈറ്റിൽ തന്നെ അവൈലബിൾ ഉണ്ട്. ഓഡിയോ വിഷ്വൽ എയ്ഡ്സ് ആർ പ്ലേഡ് ഇൻ വെയിറ്റിംഗ് ഏരിയ ആസ് വെൽ ആസ് ഡ്യൂറിംഗ് ഈറ്റ് റൈറ്റ് ക്യാമ്പയിൻ. നമ്മൾ വെയിറ്റിംഗ് ഏരിയയിൽ ഇത് ഡിസ്പ്ലേ ചെയ്യണം. അതുപോലെ ഈറ്റ് റൈറ്റ് ക്യാമ്പയിന്റെ സമയത്ത് അവിടെ പതിക്കുകയും വേണം. ഓക്കെ. ഇനി ഹെൽത്ത് പ്രൊമോഷൻ ആക്ടിവിറ്റീസ് ആർ അണ്ടർടേക്കൻ യൂസിങ് വേരിയസ് BCC അപ്രോച്ച്. അതിൽ നിങ്ങൾക്ക് എന്തൊക്കെ തരം സേവനങ്ങൾ വിടുന്നത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ബിഹേവിയറൽ ചേഞ്ച് കമ്മ്യൂണിക്കേഷൻ പാർട്ടിൽ നിങ്ങൾക്ക് എന്തൊക്കെ സേവനങ്ങളാണ് കിട്ടുന്നതെന്ന് ക്ലയൻസിനോട് അവർ ചോദിക്കും. അതായത് സ്റ്റാഫിന് അതുപോലെ സ്റ്റാഫ് ഇന്റർവ്യൂ ഉണ്ടാവും. അതായത് ലൈഫ് സ്റ്റൈൽ ഡിസീസിനെ പറ്റിയുള്ള റിസ്ക് ഫാക്ടർ എങ്ങനെയാണ് ഐഡന്റിഫൈ ചെയ്യുന്നത്, ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ എങ്ങനെയാണ്, അതുപോലെ എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ അതിന്റെ ട്രീറ്റ്മെന്റും ഫോളോ അപ്പ് കെയറും. കഴിഞ്ഞതിൽ ഞാൻ മെയിനായിട്ട് പറഞ്ഞ കാര്യമാണ് ട്രീറ്റ്മെന്റ് കംപ്ലയൻസും ഫോളോ അപ്പ് കെയറിനെ കുറിച്ചുള്ള ഡിസ്കഷൻസ്. ഓക്കെ. അപ്പോൾ അതിന്റെ കുറച്ച് ഉദാഹരണങ്ങൾ ഇതിൽ പറഞ്ഞിട്ടുണ്ട്. ഫാമിലി പ്ലാനിങ്ങിന്റെ കാര്യം പറയുമ്പോഴുള്ള അതിന്റെ ഒരു പിന്നെ നമ്മുടെ വേ ഓഫ് BCC ആണ് ഗ്യാദർ. ഗ്യാദർ എന്ന് പറഞ്ഞാൽ ഗ്രീറ്റ്, ആസ്ക്, ടെൽ, ഹെൽപ്പ്, എക്സ്പ്ലെയിൻ ആൻഡ് റിട്ടേൺ. അതുപോലെ NCD ആൻഡ് ഹെൽത്ത് പ്രൊമോഷൻ ഭാഗത്ത് പറയും നമ്മുടെ ടോക്ക്, ടെൽ, അഡ്വൈസ്, ലീഡ് ആൻഡ് നോ. അതുപോലെ ടുബാക്കോ ആൻഡ് ആൽക്കഹോൾ സിസേഷന് വേണ്ടിയിട്ടുള്ളതാണ് 5 A's: ആസ്ക്, അഡ്വൈസ്, അസസ്, അസിസ്റ്റ് ആൻഡ് അറേഞ്ച്. ഈ വേർഡുകൾ നിങ്ങൾ പ്രത്യേകം പഠിച്ചു വെക്കണം. കാരണം ഇതിന്റെയൊക്കെ ഫുൾ ഫോം, അതായത് ഇത് ഓരോ, കാരണം ഇത് സ്റ്റാഫ് ഇന്റർവ്യൂ സൈഡിൽ ഇതൊക്കെ എവിടെയാണ്. അപ്പൊ ഗ്യാദർ ഏത് ആവശ്യത്തിനാണ്, അതായത് ഫാമിലി പ്ലാനിങ് സൈഡിലാണ്. ഹെൽത്ത് ആൻഡ് പ്രൊമോഷൻ NCDയിലെ ടോക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്, ടുബാക്കോ ആൽക്കഹോൾ സിസേഷന്റെ 5 A's എന്തൊക്കെയാണ്, ഇതൊക്കെ നമ്മൾ സ്റ്റാഫ് ഇന്റർവ്യൂ സൈഡിൽ നമ്മൾ കാണാതെ പഠിച്ചിട്ടുണ്ടാവണം. കാരണം ഇത്തരം സേവനങ്ങൾ, അതായത് നിങ്ങൾ ജനങ്ങൾക്ക് എത്രത്തോളം കൗൺസിലിംഗ് കൊടുക്കുന്നുണ്ട് എന്നുള്ളത് അവരോടും കൂടെ ചോദിക്കും. അപ്പൊ സ്റ്റാഫ് ഇന്റർവ്യൂ, ക്ലയന്റ് ഇന്റർവ്യൂ ഇതിലുണ്ട്. അതുപോലെ ഇൻഫർമേഷൻ അബൌട്ട് ദ ട്രീറ്റ്മെന്റ് ആൻഡ് എൻടൈറ്റിൽമെന്റ്സ് ആർ ഷെയർഡ് വിത്ത് പേഷ്യൻസ് ഓർ അറ്റൻഡന്റ്. ഇത് സാധാരണ നമ്മൾ അവിടുന്ന് കൊടുക്കുന്ന അതായത് നമ്മുടെ ഇമ്മ്യൂണൈസേഷൻ കാർഡ്, അതുപോലെ ട്രീറ്റ്മെന്റ് ഡീറ്റെയിൽസ്, അതിൻ്റെയൊക്കെയാണ്. അതിലൊക്കെ ഡയഗ്നോസ് കൃത്യമായിട്ട് ഉണ്ടാവണം. ട്രീറ്റ്മെന്റ് പ്ലാന്, മെഡിസിൻ കൊടുക്കുന്നുണ്ട് അതിന്റെ ഡോസേജ്, അതിന്റെ പീരീഡ്, റിവ്യൂവോ അല്ലെങ്കിൽ റെഫറൻസോ കൊടുക്കുന്നുണ്ടെങ്കിൽ അതിന്റെ സ്പെഷ്യൽ ഇൻസ്ട്രക്ഷൻസ്, അതുപോലെ റെഫറൽ കൊടുത്ത ആളാണെങ്കിൽ അതിന്റെ ഫോളോ അപ്പ്. ഇത്രയും കാര്യങ്ങൾ പേഷ്യന്റ് ഇൻഫർമേഷൻ എന്ന നിലയിൽ നമ്മൾ റെക്കോർഡായിട്ട് അവിടെ നമ്മൾ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടാണ്. ഓരോ നമ്മളടുത്ത് വരുന്ന ക്ലയൻസിന്റെ റെക്കോർഡ് നമ്മൾ അവിടെ സൂക്ഷിക്കണം. അതിന്റെ ഒരു ഇതായിട്ടാ വന്നത്. അതുപോലെ അതിന്റെ കൂടെ തന്നെ നമ്മൾ കൺസെന്റ് എടുക്കേണ്ട ചില കണ്ടീഷൻസ് പറയുന്നുണ്ട്. അപ്പൊ കൺസെന്റിന്റെ രജിസ്റ്റർ ഉണ്ടാവണം. അപ്പൊ അതുകൊണ്ടാണ് ഇതിൽ സ്റ്റാഫ് ഇന്റർവ്യൂവിന്റെ കൂടെ റെക്കോർഡ് റിവ്യൂവും കൂടെ വരുന്നത്. സ്റ്റാഫ് ഈസ് അവെയർ ഓഫ് കണ്ടീഷൻ വെർ കൺസെന്റ് ഈസ് ടേക്കൺ ബിഫോർ പ്രൊസീജിയർ, IUCD ഇൻസ്റ്റേഷൻ, അതുപോലെ മൈനർ പ്രൊസീജിയേഴ്സ്. മെയിനായിട്ട് IUCD ഇൻസ്റ്റേഷൻ ആണ് അവിടെ ഉണ്ടാവുക. അതുപോലെ നേരത്തെ ഞാൻ നിങ്ങളോട് പറഞ്ഞു എൻടൈറ്റിൽമെന്റ്സിനെ പറ്റി പറഞ്ഞു. ഈ എൻടൈറ്റിൽമെന്റ്സിൽ വരുന്നത് ജനനി സുരക്ഷാ യോജന, നമുക്കറിയാം ഇത് മെറ്റേണൽ ആൻഡ് നിയോനാറ്റൽ മോർട്ടാലിറ്റി റേറ്റ് കുറയ്ക്കാൻ വേണ്ടി തുടങ്ങിയതാണ്. ഇതിന്റെ സേവനങ്ങളുണ്ടോ അല്ലെ? അതുപോലെ ജനനി ശിശു സുരക്ഷാ കാര്യക്രമം, അപ്പോൾ അത് നമുക്കറിയാം പ്രഗ്നന്റ് വുമനുള്ള സർവീസാണ്. അതുപോലെ RBSK, രാഷ്ട്രീയ ബാൽ സ്വാസ്ഥ്യ കാര്യക്രം, അതുപോലെ റീപ്രൊഡക്റ്റീവ് മെറ്റേണൽ നിയോനാറ്റൽ ചൈൽഡ് ഹെൽത്ത് അഡോളസെന്റ് ആൻഡ് ന്യൂട്രീഷൻ RMNCHAN ആക്ടിവിറ്റി, അതുപോലെ പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന, സ്റ്റേറ്റ് ഇൻഷുറൻസ് സ്കീംസ്. അത് ഈ PMJAY എന്ന് പറയുന്നത് സെക്കൻഡറി ടേഴ്സറി കെയറിനുള്ള 5 കൊല്ലത്തേക്കുള്ള സേവനം, അതായത് അതിനു വേണ്ടിയുള്ള അവർക്കുള്ള പ്രത്യേക പാക്കേജുകളെ കുറിച്ചുള്ളതാണ്. ഇത്തരം അതായത് നമ്മൾ HWCയിൽ അവൈലബിൾ ആയിട്ടുള്ള പാക്കേജുകളെ കുറിച്ചുള്ള ഇൻഫർമേഷൻസ് നമ്മൾ ഒരു ബോർഡായിട്ട് തന്നെ വെക്കണം. അടുത്തതായിട്ട് HWC ടീം പ്രൊവൈഡ് സപ്പോർട്ട് ഫോർ ലിങ്കേജ് വിത്ത് PMJAY ടു അവൈൽ സ്കീം ബെനിഫിറ്റ്. അപ്പം നമ്മുടെ സ്റ്റാഫിനോട് മെയിനായിട്ട് ചോദിക്കുക, സ്കീമിൽ ഉൾപ്പെടുത്തിയിട്ട് എത്രയാൾക്ക് ഇത്തരം സേവനങ്ങൾ ഇവിടുന്ന് ലഭിച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് അതിൽ ക്ലയന്റിനോടും ചോദിക്കും, സ്റ്റാഫിനോടും ചോദിക്കും. ഫെസിലിറ്റേറ്റ് ഐഡന്റിഫിക്കേഷൻ ആൻഡ് രജിസ്ട്രേഷൻ ഓഫ് ഫാമിലീസ് ഫോർ PMJAY. അതുപോലെ IEC ബോർഡ് ക്യാൻ ബി ഡിസ്പ്ലേഡ് ഹൗ ടു അവൈലബിൾ ദ സ്കീംസ് ആൻഡ് ബെനിഫിറ്റ്സ്. അപ്പം നമ്മൾ ഓരോ സ്കീമിനും നമ്മൾ എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത്, അതിൽ എന്തൊക്കെ ബെനിഫിറ്റ്സ് ആണ് ലഭിക്കുന്നത്, അതിന്റെ
അടിയിൽ ലഭ്യമായ ഈ ഓരോ സ്കീമിന്റെ അടിയിൽ ലഭ്യമായ സേവനങ്ങളെ കുറിച്ചുള്ള ബോർഡ് നമ്മൾ വെക്കണം. ഇനി അടുത്തതായിട്ട് സ്റ്റാൻഡേർഡ് B2 പോവാണ്. B2 എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞു ആക്സസബിലിറ്റി. അതായത് നമ്മളെ സ്ഥാപനത്തിൽ എത്തിയാൽ ഡയറക്ഷൻ ബോർഡുകൾ, സ്ഥാപനത്തിന്റെ ഉള്ളിലുള്ള ഡയറക്ഷൻ ബോർഡുകളും പാർക്കിംഗ് സൈനേജസ് ഇത്തരം കാര്യങ്ങളെല്ലാം ആക്സസിബിലിറ്റിയിൽ വരുന്നത്. അപ്പൊ എന്തൊക്കെയാ അത് വരുന്നത്? ഫെസിലിറ്റി എൻഷുവേഴ്സ് സർവീസസ് ആർ ആക്സസബിൾ ടു കെയർ സീക്കേഴ്സ് ആൻഡ് വിസിറ്റേഴ്സ് ഇൻക്ലൂഡിങ് ദോസ് റിക്വയറിംഗ് സം അഫർമേറ്റീവ് ആക്ഷൻ. അപ്പം നമുക്ക് ഇത് പ്രത്യേകം നോക്കാം എന്തൊക്കെയായിരിക്കും. നിങ്ങൾക്ക് ഏകദേശം നല്ല ധാരണ ഉണ്ട്. നമ്മൾ കയറി വരുന്ന സമയത്ത് തന്നെ എന്തൊക്കെയാ അവിടെ നമ്മൾ അറേഞ്ച് ചെയ്തിരിക്കേണ്ടത്. B21 വരുന്നുണ്ട്. എന്തൊക്കെയാ ലൊക്കേറ്റഡ്, അതായത് അവർ പറയുന്നത് നമ്മുടെ നമുക്ക് ആളുകൾക്കെല്ലാം ആക്സസ് ചെയ്യാൻ പറ്റുന്ന ഏരിയയിലായിരിക്കണം HWCന്റെ ബിൽഡിംഗ്. അപ്പം അതുപോലെ തീരെ ആളുകൾക്ക് എത്തിപ്പെടാൻ പറ്റാത്ത ഭാഗത്തേക്ക് ഒരു മൊബൈൽ മെഡിക്കൽ യൂണിറ്റ് നമ്മൾ ഉണ്ടാക്കിയിരിക്കണം. പിന്നെ നമ്മളെ സ്ഥാപനത്തിന്റെ ഇതത്ര കൃത്യമായിട്ട് കിട്ടില്ല, എന്നാലും നമ്മളെ ഹെൽത്ത് സെന്ററിന്റെ ഒരു 1 to 2 കിലോമീറ്റർ ഏരിയ തന്നെ ആയിരിക്കണം എന്നാണ് പറയുന്നത്. പക്ഷെ അതത്ര എത്രത്തോളം അത് പ്രാക്ടിക്കലാന്നുള്ളത് പറയാൻ പറ്റില്ല. എന്നിരുന്നാലും അതായത് നമ്മളെ സ്ഥാപനം നമ്മള് ഫീൽഡ് വരുന്ന ആളുകൾക്ക് ആക്സസ് ആവുന്ന രീതിയിലായിരിക്കണം എന്നുള്ളതാണ് അവർ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ ഔട്ട്റീച്ച് സെഷൻസ് നമ്മൾ കഴിഞ്ഞ ഏരിയ ഓഫ് കൺസേൺ അതിൽ പറഞ്ഞു കഴിഞ്ഞതാണ്. ഔട്ട്റീച്ച് സെഷന് നമ്മൾ പ്ലാൻ ഉണ്ടാക്കണം. ടാർഗറ്റഡ് പോപ്പുലേഷനെ നമ്മൾ ഒരു മാസം കൊണ്ട് കവർ ചെയ്യണം. ആ പ്ലാന് നമ്മൾ ആദ്യം ഉണ്ടാക്കിയ പ്ലാൻ പ്രകാരം ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് എല്ലാ മാസം അവസാനം നമ്മൾ ചെക്ക് ചെയ്യണം. അപ്പൊ നമ്മുടെ ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്റർ അറ്റ്ലീസ്റ്റ് ഒരു ദിവസം 6 മണിക്കൂർ വർക്ക് ചെയ്യണം. ആ ടൈമിങ് നമ്മൾ അവിടെ ബോർഡ് വെക്കുകയും വേണം. ഇപ്പം ഫെസിലിറ്റി പ്രൊവൈഡ് ആക്സസ് ടു എക്സ്പാൻഡഡ് റേഞ്ച് ഓഫ് സർവീസസ്. അപ്പൊ നമുക്ക് നേരത്തെ ഞാൻ ഇത് പറഞ്ഞു കഴിഞ്ഞു. കെയർ ഇൻ പ്രഗ്നൻസി ആൻഡ് ചൈൽഡ് ഹെൽത്ത്, നിയോനാറ്റൽ ആൻഡ് ഇൻഫന്റ് ഹെൽത്ത് സർവീസസ്, ചൈൽഡ്ഹുഡ് അഡോളസെന്റ് ഹെൽത്ത് കെയർ സർവീസസ്, ഫാമിലി പ്ലാനിംഗ് ആൻഡ് റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് കെയർ സർവീസസ്, കമ്മ്യൂണിക്കബിൾ ഡിസീസ് ഇൻക്ലൂഡിംഗ് ഓൾ നാഷണൽ ഹെൽത്ത് പ്രോഗ്രാം. ഇത്രയും സേവനങ്ങൾ. അതുപോലെ കമ്മ്യൂണിക്കബിൾ ഡിസീസസ് ആൻഡ് ഔട്ട് പേഷ്യന്റ് കെയർ, നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസ്, കോമൺ ഒഫ്താൽമിക് ആൻഡ് ENT പ്രോബ്ലം, ഓറൽ ഹെൽത്ത്, എൽഡർലി ആൻഡ് പാലിയേറ്റീവ് കെയർ, എമർജൻസി മെഡിക്കൽ സർവീസസ് ആൻഡ് മെന്റൽ ഹെൽത്ത് സർവീസ്. ഇത്രയും സേവനങ്ങൾ നമ്മൾ കൊടുക്കുന്നതിന്റെ പറ്റിയുള്ള ഡീറ്റെയിൽസ് അവിടെ ഉണ്ടാവണം. ഇതൊക്കെയാണ് ഞാൻ നേരത്തെ തുടക്കത്തിൽ പറഞ്ഞ 12 സേവനങ്ങളാണ്. ഈ സേവനങ്ങളുടെ ഡീറ്റെയിൽസ് ആണ് നമുക്ക് വേണ്ടത്. ഓക്കെ. അതുപോലെ ആക്സസ് ടു ഫെസിലിറ്റീസ് പ്രൊവൈഡഡ് വിത്തൗട്ട് എനി ഫിസിക്കൽ ബാരിയർ. അതായത് ഒരാൾ വന്നാൽ അയാൾ ശങ്കിച്ച് നിൽക്കേണ്ട അവസ്ഥ ഉണ്ടാവരുത്. അയാൾ ഒരു ഫിസിക്കൽ ബാരിയറും ഇല്ലാണ്ട് ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ട് അയാൾക്ക് നമ്മുടെ സ്ഥാപനത്തിലേക്ക് വരാൻ പറയണം. അപ്പൊ അതിൽ പെടുന്നതാണ് നമ്മൾ അറേഞ്ച് ചെയ്ത് വെക്കുന്നത്. നോക്കുക, വീൽ ചെയർ ഉണ്ടോ, വീൽ ചെയറിന് അല്ല സ്ട്രെച്ചർ ഉണ്ടോ, അല്ല റാമ്പ് ആൻഡ് റെയിലിങ്സ്. അത് ഈ ഗ്രേഡിംഗ് ഒന്ന് ശ്രദ്ധിക്കണം. അതായത് 1:12 സ്ലോപ്പ് വെച്ചിട്ടാണ് റാമ്പ് ഉണ്ടാവുന്നത്. റാമ്പിന് റെയിലിങ്സും ഫിറ്റ് ചെയ്തിട്ടുണ്ടാവണം. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഉള്ളത്. ഇനി ഉള്ളത് HWC premises is obstacle free for ambulance and semi-ambulatory individuals. Passage is wide enough to wheelchair and crutches, canes, stick users. അപ്പൊ ആളുകൾക്ക് വരാൻ സൗകര്യമുള്ള വിഡ്ത്ത് നമ്മുടെ ഓരോ റാമ്പിനും അതുപോലെ പാസേജസിനും ഒക്കെ ഉണ്ടാവണം. ഫ്ലോർസ് ആർ നോൺ സ്ലിപ്പറി ആയിരിക്കണം. റാംസ് ആൻഡ് സ്റ്റെയർസ് വിത്ത് ഹാൻഡ് റെയിൽസ് ആയിരിക്കണം. റാംസ് ആൻഡ് സ്റ്റെയർ വിത്ത് ഹിപ്പ് ലിപ്പ് എന്ന് വെച്ചാൽ എക്സ്പോസ് ടു സൈഡ് ടു പ്രിവെന്റ് സ്ലിപ്പിംഗ് ഓഫ് കെയിൻ, ക്രച്ചസ് ഓർ വീൽ ചെയർ. അതായത് നമുക്ക് റാമ്പിന്റെ സ്ലോപ്പ് അനുസരിച്ച് അതിന്റെ ഒരു സ്റ്റെപ്പ് ആയിട്ടുള്ള ടൈപ്പ് ആയിരിക്കണം. അതായത് സ്ലിപ്പറി ആവരുത് റാമ്പ്. അത് നമുക്ക് ഏത് രീതിയിലും ചെയ്യാം. അപ്പം റാമ്പ് റെയിൽസും വേണം, അതുപോലെ സ്ലിപ്പറി ആവാനും പാടില്ല. കെയിൻസ് ഒക്കെ യൂസ് ചെയ്യുമ്പോൾ അവർക്കത് അവിടെ തട്ടി നിൽക്കത്തക്ക രീതിയിലുള്ളതായിരിക്കണം. അല്ലെ HWC premises is obstacle free for sight and hearing disabled individual. ഇത് കുറച്ച് ടഫാണ്. ചിലപ്പോൾ ഈ ടാക്ടൈൽ സയൻസ്, അതായത് അവർ പറയുന്നത് നല്ല കോൺട്രാസ്റ്റ് ആയിട്ടുള്ള കളർ ഡിഫറൻസിലും അതുപോലെ ബാക്ക്ഗ്രൗണ്ടിലുള്ള പിക്ചേഴ്സ്, അതുപോലെ തൊട്ട് നോക്കിയാൽ മനസ്സിലാവുന്ന രീതിയിലുള്ള ബോർഡുകൾ ഹിയറിംഗ് സൈറ്റ് ഇമ്പയർമെന്റ് ഉള്ള ആളുകൾക്ക് 1 or 2 rail of tactile guiding blocks along the entire length of proposed accessible route. There is no poles or uneven surface along the route traversed by the guiding blocks. അപ്പൊ എന്ന് വെച്ചാല് നമ്മൾ തട്ടി വീഴുന്ന രീതിയിലുള്ള
അല്ലെങ്കിൽ അവർ തടഞ്ഞു വീഴുന്ന രീതിയിലുള്ള പടികളോ അതുപോലെ തന്നെ എന്തെങ്കിലും ബ്ലോക്കുകളോ അവരുടെ നടക്കുന്ന സ്ഥലത്ത് ഉണ്ടാകാൻ പാടില്ല. അപ്പൊ ആക്സസ് ഫ്രീ ആയിരിക്കണം. ഇതുപോലെ ചിത്രങ്ങളുള്ള ബോർഡുകൾ വെക്കാൻ നമുക്ക് ഇനി ഹിയറിംഗ് അതുപോലെ കാഴ്ച കേൾവി കുറവുള്ള ആളുകൾക്ക് അതായത് വിഷ്വൽ സിസ്റ്റംസോ അല്ലെ സൗണ്ട് സിസ്റ്റംസോ അതുപോലെ ടാക്ടൈൽ സയൻസോ അങ്ങനെയുള്ള ടൈപ്പ് എന്തെങ്കിലും അവർക്ക് മനസ്സിലാവുന്ന രീതിയിലുള്ള IEC അറേഞ്ച്മെന്റ്സ് ഉണ്ടാവണം. ഇനി B2.3 ആണ്, ദർ ഈസ് അഫർമേറ്റീവ് ആക്ഷൻ ടു എൻഷുർ ദാറ്റ് വൾണറബിൾ പോപ്പുലേഷൻ ഈസ് അഡ്രസ്ഡ്. അതായത് നമുക്ക് നോക്കാം, ചെക്ക് ഫോർ സ്പെഷ്യൽ പ്രിക്കോഷൻ ടേക്കൺ ടു മെയിൻറ്റെയിൻ പ്രൈവസി ആൻഡ് കോൺഫിഡൻഷ്യാലിറ്റി ഓഫ് കേസസ് ഹാവിംഗ് സോഷ്യൽ സ്റ്റിഗ്മ. അതിൽ HIV, ലെപ്രസി, അബോർഷൻ, ഡൊമസ്റ്റിക് വയലൻസ്, സൈക്കോട്ടിക് കേസസ്, അതുപോലെ ജെൻഡർ ബേസ്ഡ് വയലൻസ്, അബ്യൂസസ്, ഇത്തരം കാര്യങ്ങൾക്കുള്ള ആളുകൾക്കുള്ള അവർക്ക് പ്രൈവസി കോൺഫിഡൻഷ്യാലിറ്റി നമ്മൾ കൊടുത്തിരിക്കണം. ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത്തരം ആളുകളെ കൈകാര്യം ചെയ്യുമ്പോൾ അവരുടെ പ്രൈവസിയും കോൺഫിഡൻഷ്യാലിറ്റിയും മീറ്റ് ചെയ്തുകൊണ്ട് മാത്രമേ അവർക്കുള്ള സേവനങ്ങൾ കൊടുക്കാൻ പാടുള്ളൂ. പിന്നെ അടുത്ത നേരെ നമ്മൾ പറഞ്ഞു, അതായത് ലിങ്കേജുകൾ, കൗൺസിലിങ്ങിന് വേണ്ടിയിട്ട് ആളുകളെ കൊടുക്കുന്നത്. അപ്പം ജെൻഡർ ബേസ്ഡ് ഡൊമസ്റ്റിക് വയലൻസ് ഇതിൻ്റെയൊക്കെ പ്രത്യേക സെന്ററുകൾ അതായത് നമ്മുടെ ഏരിയയിലുണ്ട്. അപ്പം അവിടത്തേക്ക് നമ്മൾ അവരെ റെഫർ ചെയ്തിട്ട് അവരെ ഫോളോ അപ്പ് വെക്കണം. അതുപോലെ ടെർമിനലി ഇൽ പേഷ്യൻസിനും ഓർഫൻസിനും എൽഡർലി പേഷ്യൻസിനുമുള്ള ഇതുപോലത്തെ ലിങ്കേജ് വെച്ചിട്ടുള്ള സേവനങ്ങൾ നമ്മൾ കൊടുക്കണം. ലിങ്കേജ് ആൻഡ് സപ്പോർട്ട് ഫോർ ദ ട്രീറ്റ്മെന്റ്, അതുപോലെ കൗൺസിലിങ്ങും ലീഗൽ സപ്പോർട്ടും കൂടെ നമ്മൾ അവർക്ക് ഉറപ്പുവരുത്തണം. നമ്മളെ സ്ഥാപനത്തിൽ അതിന് സൗകര്യം ഉണ്ടാവില്ല. അപ്പം നമ്മുടെ FHC ത്രൂ അവരെ ഇതിൻ്റെതായ സ്പെസിഫിക് സ്ഥലങ്ങളിലേക്ക് നമ്മൾ റെഫർ ചെയ്യുകയും ഫോളോ അപ്പ് ചെയ്യുകയാണ് വേണ്ടത്. ഇനി സ്റ്റാൻഡേർഡ് 3 വരുന്നത്, സർവീസസ് ആർ ഡെലിവേർഡ് ഇൻ എ മാനർ ദാറ്റ് ആർ സെൻസിറ്റീവ് ടു ജെൻഡർ, റിലീജിയസ് ആൻഡ് കൾച്ചറൽ നീഡ്സ് ആൻഡ് ദർ ഈസ് നോ ഡിസ്ക്രിമിനേഷൻ ഓൺ അക്കൗണ്ട് ഓഫ് എക്കണോമിക് ഓർ സോഷ്യൽ റീസൺ. അതായത് പാർഷ്യാലിറ്റി, അതായത് നമ്മളടുത്ത് സേവനത്തിൽ വരുന്ന ആളുകളോട് നമ്മൾ ഒരു രീതിയിലും പാർഷ്യലായിട്ട് പെരുമാറാൻ പാടില്ല. അതുപോലെ ഇപ്പം ജെൻഡർ ബേസ്ഡ് ആയിട്ടുള്ള സേവനങ്ങൾ, അതായത് ഫീമെയിൽ സ്റ്റാഫ് അറ്റൻഡന്റ്, അതായത് മെയിൽ ഹെൽത്ത് ഓഫീസർ ആണെങ്കിൽ നമ്മളൊരു ഫീമെയിൽ സ്റ്റാഫ് എക്സാമിനേഷൻ ചെയ്യുക അങ്ങനെയുള്ള സമയത്തൊക്കെ വേണം. പേഷ്യന്റ് ഷുഡ് ഓൾവേസ് ബി ഇൻഫോംഡ് അബൌട്ട് എക്സാമിനേഷൻ ഓർ പ്രൊസീജിയർ ഹു വിൽ പെർഫോമിംഗ് ഇറ്റ് ആൻഡ് വൈ ഇറ്റ് ഈസ് നെസസറി. അതുപോലെ മെയിൽ CHO എക്സാമിൻ എ ഫീമെയിൽ പേഷ്യന്റ്, ദർ മസ്റ്റ് ബി എ ഫീമെയിൽ അറ്റൻഡന്റ്. എ ഫീമെയിൽ അറ്റൻഡന്റ് ക്യാൻ ബി ഫീമെയിൽ ഹെൽത്ത് കെയർ പ്രൊഫഷണൽ ഓർ എ ഫാമിലി മെമ്പർ ഓർ ഫ്രണ്ട് ചൂസൺ ബൈ ദ പേഷ്യന്റ്. അത് പേഷ്യന്റ് തന്നെ തീരുമാനിക്കാവുന്നതേ ഉള്ളൂ. അതുപോലെ റിലീജിയസ് ആൻഡ് കൾച്ചറൽ പ്രിഫറൻസ് ഓഫ് പേഷ്യൻസ് ആൻഡ് ദെയർ അറ്റൻഡൻസ് ആർ ടേക്കൺ ഇൻ ടു കൺസിഡറേഷൻ വൈൽ delivering services. Cultural and religious preferences of patients are honored. Show respect of their belief and practices. Approach each patient with an open and non-judgmental attitude. അതായത് നമ്മളൊരു മുൻധാരണയോടെയോ അല്ലെങ്കിൽ നമ്മൾ അവരുടെ എന്തെങ്കിലും പ്രത്യേക കാര്യങ്ങൾ, അതായത് നമ്മുടെ ചികിത്സാ കാര്യങ്ങൾ അല്ലാതെയുള്ള മുൻധാരണയോടെ നമ്മൾ അവരോട് പെരുമാറാൻ പാടില്ല. ഫീമെയിൽസിനും അതുപോലെ ഓരോ കൾച്ചറൽ പ്രത്യേക ബിലീഫുള്ള ആളുകൾക്കൊക്കെ അവരുടേതായ ബഹുമാനവും ആദരവും കൊടുത്തുകൊണ്ടായിരിക്കണം നമ്മൾ അവരെ ചികിത്സിക്കുന്നത്. There is no discrimination based on religion, ethnicity, socio-economic status, gender, language, etc. അതിൽ there is no discrimination due to religion, caste and tribe. There is no discrimination due to gender. There is no discrimination due to socio-economic status. There is no discrimination due to ethnicity and language. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. അപ്പൊ അതിൽ ക്ലയന്റ് ഇന്റർവ്യൂ ആണ് ഫസ്റ്റ് ആയിട്ട് കൊടുക്കുന്നത്. അപ്പൊ അപ്പൊ അസസേഴ്സ് ക്ലയന്റിനോട് പ്രത്യേക ഇത്തരം കാര്യങ്ങൾ ചോദിക്കും. അവർക്ക് എന്തെങ്കിലും ഇവിടെ ബുദ്ധിമുട്ട് നേരിടുന്നുണ്ടോ, എന്തെങ്കിലും പാർഷ്യാലിറ്റി ഇവിടെ ആളുകളോട് കാണിക്കുന്നുണ്ടോ, അത്തരം കാര്യങ്ങൾ. അപ്പൊ MEB 3.2 പറയുന്നത്, സ്റ്റാഫ് ഈസ് അവെയർ ഓഫ് പേഷ്യൻസ് റൈറ്റ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ്. ഇപ്പൊ ഈ PPT ഇതിൽ ഇത് വെച്ചിരിക്കുന്നത് എന്താ വെച്ചാല്, ഇത് സ്റ്റാഫ് ഇന്റർവ്യൂ ഉണ്ട്. ഇതിൽ നമുക്കറിയാം ബോർഡ് അവിടെ ഉണ്ടാവും, പക്ഷെ ഇതിലുള്ള കാര്യങ്ങൾ എത്രത്തോളം നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് പേഷ്യന്റ് റൈറ്റ്സ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് എന്നുള്ളത്, അത് നമ്മൾ മനസ്സിലാക്കേണ്ട ഉള്ളത് കൊണ്ട് തന്നെയാണ് ഈ ഒരു സ്ലൈഡ് ഇതിൽ വെച്ചിരിക്കുന്നത്. അതിൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഒബ്സർവേഷൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു ബോർഡ് നമ്മുടെ സ്ഥാപനത്തിൽ ഉണ്ടാവുക. രണ്ടാമത്തെ സ്റ്റാഫ് ഇന്റർവ്യൂ എന്ന് പറയുമ്പോൾ ഇതിൽ എഴുതിയിരിക്കുന്ന എന്താണ് നമ്മൾ വായിച്ച് പഠിച്ചിട്ടുണ്ടാവണം അല്ലെ. നമ്മൾ നേരത്തെ പറഞ്ഞു സിറ്റിസൺ ചാർട്ടറിനുള്ളിൽ ഡിസ്പ്ലേ ഓഫ് പേഷ്യന്റ് റൈറ്റ്സ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ഉണ്ടാവും. അപ്പൊ അത് നമ്മൾ പഠിച്ചു വെക്കണം.
കമ്മ്യൂണിറ്റി ഈസ് അവെയർ ഓഫ് പേഷ്യൻ്റ് റൈറ്റ്സ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ്. ആ കമ്മ്യൂണിറ്റി അവയർനെസ്, അവർക്ക് അവരുടെ റൈറ്റ്സിനെ പറ്റിയും റെസ്പോൺസിബിലിറ്റിനെ പറ്റിയും അറിയുമോ എന്നുള്ളത് ക്ലയന്റ് ഇന്റർവ്യൂ ഉണ്ട്. അതായത് ഒബ്സർവേഷൻ എന്ന് പറയുമ്പോൾ സിറ്റിസൺ ചാർട്ടറിനകത്തുള്ള വേർഡ്സ് കാണിക്കാം. നമുക്ക് ക്ലയന്റ് ഇന്റർവ്യൂ എന്ന് പറയുമ്പോൾ അവർ കമ്മ്യൂണിറ്റി ഈസ് അവെയർ ഓഫ് സർവീസസ് പ്രൊവൈഡ്, അതുപോലെ കംപ്ലൈന്റ്, അതായത് ഗ്രീവൻസ് റിട്രസൽ മെക്കാനിസം എത്രത്തോളം ഉണ്ട്, കോണ്ടാക്ട് ഡീറ്റെയിൽസ് ഓഫ് ഹയർ സെന്റർ, അതായത് നമ്മുടെ PHCന്റെ ഫോൺ നമ്പർ, കോണ്ടാക്ട് ഡീറ്റെയിൽസ് ഓഫ് ആംബുലൻസ്, ഇത്തരം കാര്യങ്ങളും കൂടെ നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞതിൽ ഈ സിറ്റിസൺ ചാർട്ടറിനകത്ത് ഇതെല്ലാം ഉണ്ടാവും. അത് നമ്മൾ പ്രത്യേകിച്ച് IEC മെറ്റീരിയലിൻ്റെത് ഒരു അസസർ വന്ന് ചോദിക്കുമ്പോൾ ഈ പറയുന്നതൊക്കെ എവിടെയാണ് നമ്മൾ ഒട്ടിച്ചു വെച്ചിരിക്കുന്നുള്ളത് നമുക്ക് ധാരണമാണ്. അപ്പൊ ഈ 2 സ്ലൈഡിൽ ഡിസ്കസ് ചെയ്ത എല്ലാ കാര്യങ്ങളും സിറ്റിസൺ ചാർട്ടറിനകത്താണ് ഉണ്ടാവുക. അതുപോലെ MEB 3.3 ഫെസിലിറ്റി ഹാസ് ഡിഫൈൻഡ് ആൻഡ് എസ്റ്റാബ്ലിഷ്ഡ് പ്രൊസീജിയർ ഫോർ ഗ്രീവൻസ് റിട്രസൽ സിസ്റ്റം ഇൻ പ്ലേസ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. സ്റ്റാഫ് ആൻഡ് കമ്മ്യൂണിറ്റീസ് അവെയർ ഓഫ് ഗ്രീവൻസ് റിട്രസൽ മെക്കാനിസം എന്ന് വെച്ചാൽ നമ്മൾ പരാതി പരിഹാരം, അതായത് അവരുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അവരുടെ പ്രശ്നങ്ങളും നമ്മൾ മനസ്സിലാക്കി അതെങ്ങനെ സോൾവ് ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഒരു പ്രത്യേക ഡേ നമ്മൾ ഇത് 2 ആഴ്ച കൂടുമ്പോൾ നമ്മൾ തുറന്നിട്ട് ഇതിലുള്ള പരാതികൾ സ്വീകരിക്കും. അതുപോലെ പരാതി പരിഹാര കമ്മിറ്റി നമുക്ക് ഉണ്ടാവണം. പരാതി പരിഹരിച്ചു കഴിഞ്ഞാൽ പരാതിക്കാരന്റെ ഫോൺ നമ്പർ ഉണ്ടെങ്കിൽ അതിൽ വിളിച്ച് നമ്മൾ പരാതി പരിഹരിച്ച വിവരം അറിയിക്കും. അതിന് ആരെയാണ് അവർക്ക് കോണ്ടാക്ട് ചെയ്യേണ്ടത്, ഒരു അത്യാവശ്യത്തിന് ഒരു ഫോൺ ചെയ്ത് പരാതി പറയണമെങ്കിൽ ഏത് ഫോൺ നമ്പറിൽ വിളിക്കണം എന്നുള്ളതടക്കം നമ്മുടെ HWCയിൽ നമ്മൾ ബോർഡ് വെച്ചിരിക്കണം. ഇതും നേരത്തെ പറഞ്ഞു, സിറ്റിസൺ ചാർട്ടറിനകത്ത് നോക്കിയാൽ ഈ ബോർഡ് ഉണ്ടാവും. അതുപോലെ നമ്മൾ കംപ്ലൈന്റ് ബോക്സ് എവിടെയൊക്കെ വെച്ചിട്ടുണ്ടോ അവിടെയൊക്കെ അതിന്റെ കൂടെ തന്നെ ഇതിന്റെ നിർദ്ദേശങ്ങൾ അടങ്ങിയ ബോർഡും കൂടെ വെക്കണം. അതാ ഇപ്പൊ വരുന്നുണ്ട്. അവൈലബിലിറ്റി ഓഫ് കംപ്ലൈന്റ് റിപ്പോർട്ടിംഗ് സിസ്റ്റം. അതിൽ കംപ്ലൈന്റ് ബോക്സ് ഉണ്ടാവണം, കംപ്ലൈന്റ് രജിസ്റ്റർ ഉണ്ടാവണം, അതുപോലെ കമ്പ്യൂട്ടറിൽ എൻട്രിയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഫെസിലിറ്റി ഹാവ് സ്പെസിഫിക് IT സിസ്റ്റം ഉണ്ടാവണം. ഡിഫൈൻ പീരീഡ് ഫോർ റിസോൾവിംഗ്, എത്ര സമയം ഒരു പരാതി വന്നാൽ അത് എത്ര സമയത്തിനുള്ളിൽ പരിഹരിക്കും എന്നുള്ളതിനൊരു വഴി ഉണ്ടാവണം. കറക്റ്റീവ് ആൻഡ് പ്രിവെന്റീവ് ആക്ഷൻ എന്തൊക്കെ എടുത്തിട്ടുണ്ടാവും അതിന്റെ റിപ്പോർട്ടും നമ്മളെ കയ്യിലുണ്ടാവണം. ആ റിപ്പോർട്ടുള്ള ബുക്കായിരിക്കണം നമ്മൾ റെക്കോർഡ് റിവ്യൂ. ഇനി സ്റ്റാൻഡേർഡ് 4 പറയാണ്, ഫെസിലിറ്റി മെയിൻറ്റെയിൻ പ്രൈവസി, കോൺഫിഡൻഷ്യാലിറ്റി ആൻഡ് ഡിഗ്നിറ്റി ഓഫ് പേഷ്യന്റ്. ഇത് പറയുമ്പോൾ നമുക്ക് ഈ ചിത്രത്തിലുള്ള കാര്യം തന്നെയാണ് മെയിനായിട്ട് ഓർമ്മ വരുന്നത് അല്ലെ, കർട്ടൻസ്. വിഷ്വൽ പ്രൈവസി എന്ന് പറയുമ്പോൾ അവൈലബിലിറ്റി ഓഫ് സ്ക്രീൻ കർട്ടൻ ഇൻ എക്സാമിനേഷൻ ഏരിയ ആൻഡ് ഇൻ വിൻഡോസ്. സ്ക്രീന്, കർട്ടൻ, ഫ്രോസ്റ്റഡ് ഗ്ലാസ് ഓർ വിൻഡോസ്. 1 patient is seen at a time. അതായത് നമ്മൾ മെഡിക്കൽ ഓഫീസർ ഒരു പേഷ്യന്റിനെ ഒരു സമയം കാണുന്നുണ്ട്. ക്ലിനിക് ഈസ് നോട്ട് ഷെയർഡ് ബൈ 2 patients. അപ്പം 2 ക്ലിനിക് ആണെങ്കിൽ എന്തെങ്കിലും പാർട്ടീഷൻ വെച്ചിട്ട് സെപ്പറേറ്റ് ചെയ്യണം. ഇപ്പം ആ പ്രശ്നമൊന്നുമില്ല, ഇപ്പം എല്ലാ സ്ഥലത്തും സെപ്പറേറ്റ് റൂം തന്നെ ഉണ്ട്. അപ്പം അവിടെ തന്നെ നമ്മളെ പേഷ്യന്റ് എക്സാമിനേഷൻ ചെയ്യുന്ന ബെഡിന് കർട്ടൻ വെക്കണം. അതുപോലെ അവിടുത്തെ വിൻഡോസിന് കർട്ടൻ ഉണ്ടാവണം. കോൺഫിഡൻഷ്യാലിറ്റി ഓഫ് പേഷ്യന്റ് റെക്കോർഡ്സ് ആൻഡ് ക്ലിനിക്കൽ ഇൻഫർമേഷൻസ് ആർ മെയിൻറ്റെയിൻ. അതായത് നമ്മൾ നേരത്തെ ഇപ്പൊ പ്രൈവസി പറഞ്ഞു, ഇനി B4.1 അത് B4.2 പറയുന്നത് കോൺഫിഡൻഷ്യാലിറ്റി. അതായത് അവരുടെ രോഗവിവരങ്ങളും കാര്യങ്ങളൊക്കെ നമ്മൾ സേഫ് കസ്റ്റഡിയിൽ സൂക്ഷിക്കാം. ഫാമിലി ഫോൾഡേഴ്സ് ഉണ്ടാവാം, CBAC ഫോംസ് ഉണ്ടാവുക, NCD പോർട്ടൽ സിസ്റ്റം ഉണ്ട്, HIV RTA STA രജിസ്റ്റേഴ്സ് ഉണ്ട്, OPD രജിസ്റ്റർ. ഇതൊക്കെ സേഫ് അതായത് നമ്മുടെ ഡാറ്റ മുഴുവൻ സേഫ് കസ്റ്റഡിയിലായിരിക്കണം. അതിന് പ്രത്യേകമായിട്ട് അതായത് ഇത്തരം രജിസ്റ്റേഴ്സ് വെക്കുന്ന ക്യാബിനറ്റ്സ് തന്നെ നമ്മൾ ഉണ്ടാക്കിയിട്ട് അത് പൂട്ടി സൂക്ഷിച്ചു വെക്കണം. അതിന്റെ കസ്റ്റോഡിയൻ കീ കയ്യിൽ വെക്കണം. പേഷ്യന്റ് റെക്കോർഡ്സ് ആർ കെപ്റ്റ് അറ്റ് സേഫ് പ്ലേസ് ബിയോണ്ട് ദ ആക്സസ് ഓഫ് ജനറൽ പേഷ്യന്റ് ഫ്ലോ. നമുക്കറിയാം, ഇതൊക്കെ നമ്മൾ എല്ലാവരും പ്രാക്ടീസ് ചെയ്യുന്നത് തന്നെയാണ്. എന്നാലും നമ്മൾ റെക്കോർഡ് വെക്കുന്നതിൻ്റെയൊക്കെ ഒരു കോൺഫിഡൻഷ്യാലിറ്റി അതാണ് ഈ സ്ലൈഡിൽ പറയുന്നത്. പേഷ്യന്റ് ആൻഡ് ദെയർ കിൻസ് ഹാവ് ആക്സസ് ടു ക്ലിനിക്കൽ റെക്കോർഡ്സ്. അതായത് HWC ഹാസ് എ പോളിസി ടു പ്ലേസ് regarding access of clinical records. Staff is aware of it. Need-based individual summary and prescription details are provided. അതുപോലെ പ്രിസ്ക്രിപ്ഷൻ സ്ലിപ്പ് ഷാൽ ബി ഫ്രെയിംഡ്. അപ്പോൾ നമ്മൾ ഷീറ്റ് കൊടുക്കണം, അതുപോലെ ശരിക്കും ഡ്യൂപ്ലിക്കേറ്റ് കോപ്പി നമ്മളെ കയ്യിൽ വെക്കണം എന്നാണ്. പ്രിസ്ക്രിപ്ഷൻ ഓഡിറ്റിന്റെ സമയത്തും ഇത് ആവശ്യം വരുന്നു. അപ്പോൾ നമ്മൾ ശരിക്കും കൊടുക്കുന്ന പ്രിസ്ക്രിപ്ഷന്റെ ഒരു കോപ്പി നമ്മുടെ സ്ഥാപനത്തിൽ സൂക്ഷിച്ചു വെക്കുന്നത് നല്ലതെന്നാ പറയാം. അതുപോലെ MEB 4.3 പറയുന്നത് ഫെസിലിറ്റി എൻഷുവേഴ്സ് behaviors of its staff and dignified and respectful while delivering the services. അതായത്
നമ്മൾ സേവനം കൊടുക്കുന്ന സമയത്ത് അവരോട് വളരെ മാന്യമായും അതുപോലെ ബഹുമാനത്തോടെയും കൂടെ പെരുമാറണം. ബിഹേവിയർ ഓഫ് സ്റ്റാഫ് ഈസ് എംപത്തറ്റിക് ആൻഡ് കോർട്ടിയസ് ടു ദ പേഷ്യന്റ് ആൻഡ് വിസിറ്റേഴ്സ്. ബിഹേവിയർ ഓഫ് സ്റ്റാഫ് ഈസ് ഡിഗ്നിഫൈഡ് ആൻഡ് റെസ്പെക്ട്ഫുൾ. Care is free from any physical and verbal abuse. Vulnerable or marginalized patient is not left unattended or ignored. മുമ്പുള്ള സൈഡിൽ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അത് പേഷ്യൻസ്, അതുപോലെ ഓൾഡ് ഏജ് പേഷ്യൻസ്, ഇങ്ങനത്തെ ആളുകളൊക്കെ നമ്മൾ അഡ്രസ് ചെയ്യുന്ന സമയത്ത് ജെൻഡർ ബേസ്ഡ് വയലൻസ് സംഭവിച്ച ആളുകൾ, അതുപോലെ മാർജിനലൈസ്ഡ് പേഷ്യൻസ്, ഇത്തരം ആളുകളൊക്കെ നമ്മൾ അഡ്രസ് ചെയ്യുമ്പോൾ അവരെ ബഹുമാനത്തോടെ കാണണം. അവരെ അവഗണിച്ച പോലെ അവർക്ക് തോന്നാൻ വേണ്ടിയില്ല. അവർക്ക് വേണ്ട സേവനങ്ങൾ നമ്മൾ കൃത്യമായി നൽകിയിരിക്കണം. സ്റ്റാൻഡേർഡ് 5 നമ്മൾ എത്തിയിട്ടുണ്ട്. അപ്പൊ സ്റ്റാൻഡേർഡ് 5 എന്ന് പറയുന്നത് വരുന്നത് ഫെസിലിറ്റി പ്രൊവൈഡ് ഫ്രീ ഓഫ് കോസ്റ്റ് സർവീസസ്. ഇപ്പൊ നമുക്കറിയാം, ഇവർക്ക് നമ്മൾ പാക്കേജുകൾ കൊടുക്കുന്നതിനെ പറ്റി RMN, CHA, കമ്മ്യൂണിക്കബിൾ ഡിസീസ്, നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസ്, ENT, ഓറൽ ക്യാമ്പുകൾ നടത്തുന്നത്, മെന്റൽ ഹെൽത്ത് പ്രോഗ്രാംസ്, എൽഡർലി ആൻഡ് പാലിയേറ്റീവ് കെയർ, എമർജൻസി കെയർ സർവീസസ്, ഇതൊക്കെ നമ്മൾ ഫ്രീ സേവനങ്ങൾ തന്നെയാണ് കൊടുക്കുന്നത്. അതുകൊണ്ട് അതിൽ പ്രത്യേകിച്ച് കാര്യമില്ല, നമ്മളെ റെക്കോർഡ്സ് കാണിച്ചാൽ മതി. ഫെസിലിറ്റി പ്രൊവൈഡ് ഫ്രീ ഓഫ് കോസ്റ്റ് സ്ക്രീനിങ് ആൻഡ് ഇൻവെസ്റ്റിഗേഷൻ സർവീസസ് ആസ് പെർ റിക്വയർമെന്റ്. ഓൾ സ്ക്രീനിങ് സർവീസസ് ആൻഡ് റിക്വയർഡ് ഡയഗ്നോസ്റ്റിക് സർവീസ് ആർ ഫ്രീ ഓഫ് കോസ്റ്റ്. അത് ചിലപ്പോൾ നമ്മളെ സ്ഥാപനങ്ങളിൽ മുഴുവൻ ഫ്രീ ഓഫ് കോസ്റ്റ് അല്ല, പക്ഷെ ഏതെങ്കിലും എൻടൈറ്റിൽമെന്റ്സിന്റെ അടിയിൽ നമ്മൾ നേരത്തെ പറഞ്ഞ JSSKയോ അതുപോലെ RBSK ഇതിന്റെയൊക്കെ അണ്ടറിൽ വരുന്ന സേവനങ്ങൾ റീഎംബേഴ്സ് ചെയ്യുന്നതിന്റെ രേഖയും കൂടെ നമ്മൾ അതിന്റെ കൂടെ കാണിച്ചാൽ മതി. പിന്നെ ഡ്രഗ് ലിസ്റ്റ് EDL എന്ന് പറഞ്ഞാൽ നമ്മുടെ KMSCL പ്രകാരമുള്ള ഡ്രഗ് ലിസ്റ്റ്, അത് നമ്മൾ ഫ്രീ ആയിട്ട് കൊടുക്കുന്നതാണ്. അപ്പൊ അതിന്റെ ലിസ്റ്റും അവിടെ ഉണ്ടാവണം. അതുപോലെ 108ന്റെ സേവനങ്ങൾ ഉണ്ടെങ്കിൽ അത്, ഇല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും ലിങ്കേജ് പ്രൈവറ്റ് ആയിട്ടുള്ള ഏതെങ്കിലും അതായത് സാമൂഹ്യ സേവനം മുൻനിർത്തി നമ്മളായിട്ട് ലിങ്ക് ചെയ്തിട്ട് വർക്ക് ചെയ്യുന്ന ഏതെങ്കിലും ടാക്സി സർവീസോ ആംബുലൻസ് സർവീസോ ഉണ്ട്, അതിന്റെ ബോർഡ് കൊടുക്കാം. അതുപോലെ നമ്മുടെ എമർജൻസി കെയർ എന്തൊക്കെയാണ് ആസ് പെർ സ്റ്റേറ്റ് ഗൈഡ് ലൈൻസ് കൊടുക്കുന്നത് എന്നുള്ളതിന്റെ ഒരു ബോർഡ് നമ്മൾ വെച്ചിരിക്കണം. അതുപോലെ സഞ്ജീവനി ടെലി മെഡിസിൻ പ്ലാറ്റ്ഫോമിനെ പറ്റിയുള്ള വിശദ വിവരങ്ങളും അവിടെ ഉണ്ടാവണം.